നമസ്തേ, എൻ്റെ പേര് ബിന്ദു രാജീവ്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഇടാമെന്ന് കരുതി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു വെജിറ്റബിൾ പുലാവാണ്. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കമൻസ് അറിയിക്കും. താങ്ക് യു. അതിനെടുത്ത വെജിറ്റബിൾസ് ബീൻസ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ക്യാബേജ്, ഇത്രയും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ റൈസ്. ഓക്കെ, ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് ചൂടാകുമ്പോൾ ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ഈ 3 വെജിറ്റബിളും നന്നായി കുക്കായി വരണം. ബീൻസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാറ്. അപ്പോൾ ഓരോ പ്രാവശ്യത്തിന് വേണ്ടത് അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുക ചെയ്യുക. അതാണ്. കുറച്ച് ഉപ്പും ചേർത്തെടുക്കാം. അങ്ങനെ ഇത് നന്നായി കുക്കാവുന്ന വരെ അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒലിവ് ഓയിലിലാണ് കുക്കായി വെച്ചിയെടുക്കുന്നത്. ഇത് നന്ന് ചെറുതായി കട്ട് ചെയ്ത് കാരണം വേഗം കുക്കായി വരും. ഇത് ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ്സ് എടുത്തു. അപ്പോഴത്തേക്ക് ഇത് കുക്കായിട്ടുണ്ട്, ഓൾമോസ്റ്റ് കുക്കായി. അപ്പോഴത്തേക്ക് ഞാൻ ക്യാബേജും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ഈസി പുലാവാണ്. പിന്നീട് ഇതൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ സോയാ സോസ്, ഒരു ടീസ്പൂൺ വിനെഗർ. ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് എടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പ് ഇനി വേണമെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇടുകയാണ്. ഇനി കുറച്ച് കുരുമുളകും, ഒരു ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അത് മാത്രമേ മസാലയായിട്ട് ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞ് ഉപ്പെല്ലാം പാകത്തിനാണ്. അപ്പം ഞാൻ റൈസ് കുക്ക് ചെയ്ത് വെച്ച റൈസായിരുന്നു. വെറുതെ വെള്ളമൊഴിച്ച് വെറുതെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇനി അത് കുറച്ച് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്യാം. ഞാനിത് ജീരകശാല അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു പുലാവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം മിക്സാക്കി ഇത് ടോട്ടലൊരു വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചതാക്കിയാണെങ്കിൽ ടോട്ടലൊരു 18-20 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.